എന്ത് മാനദണ്ഡത്തിൻ്റെ എന്ത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ഇന്ന സ്ഥലത്തൊന്ന് മേടിച്ചു, ഇന്ന സ്ഥലത്തൊന്ന് മേടിച്ചു, ഇന്ന റിസർച്ച് ചെയ്തു. ഈ ഒരു കോപ്പം ചെയ്തിട്ടില്ല. മാളിക മേളിൽ ഏറിയിരിക്കുന്ന മന്നൻ്റെ മുകളിൽ മാറാപ്പ് ചാർത്തി ഇങ്ങോട്ട് താഴോട്ട് ഇറക്കുന്നതും ഭവാൻ, മാറാപ്പ് ചുമന്നുകൊണ്ട് നടക്കുന്നവന് മാളികപ്പുറത്ത് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇന്നത് മാധ്യമപ്രവർത്തകരുടെ ജോലിയായിട്ട് വേണം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം മനസ്സിലാക്കുവാൻ. കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ള രാഷ്ട്രീയ പാർട്ടികളും തമ്മിലാണ് നമ്മളുടെ ഇലക്ഷനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രൂപ കൈവശം മേടിച്ചിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാവുന്ന ഒരു മാധ്യമ പ്രവർത്തനെങ്കിലും ഇന്ത്യയിലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മഷീട്ട് നോക്കിയാൽ സുരേഷ് ഗോപിയെ ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമസ്കാരം. ക്രേസി ഡെമോക്രസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏറെ സ്വാഗതം. ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെമോക്രസിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ ഓറിയൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ. അടുത്ത ഒരു ദിവസത്തിനുള്ളിൽ ലോക്സഭാ ഇലക്ഷൻ്റെ നിർണായക വിധി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇന്ന് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാറിൻ്റെ ഒരു പത്രസമ്മേളനമാണ്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം അപ്പോളജൈസ് ചെയ്യുന്നത് പോലെയാണ് സംസാരിച്ചത്. കാരണം ഈ ഒരു നീണ്ട കാലാവധി എടുത്തിട്ടുള്ള ലോക്സഭാ ഇലക്ഷൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകദേശം 20ഓളം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസർമാരുടെ ജീവൻ അപഹരിക്കത്തക്ക തരത്തിലേക്ക് കടന്നുപോയി. 99ഓളം പേരാണ് ആ കാലഘട്ടത്തിൽ നമ്മളുടെ കൂടിയ താപനില മൂലം മരണപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ഇലക്ഷൻ ഒരു മാസത്തേക്ക് കുറച്ചുകൂടെ പിന്നിലേക്ക് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അനിവാര്യം വന്നതിന് അല്ലെങ്കിൽ അത് ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഈ ജീവിതങ്ങൾ പൊലിയുകയില്ലായിരുന്നു. പ്രത്യേകം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രൽ സെക്ഷനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓഫീസർമാർ ചുരുങ്ങിയതൊരു 3 ആഴ്ചയെങ്കിലും ഈ കൊടും താപനിലയുള്ള സാഹചര്യത്തിൽ മോർ ദാൻ 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറ്റ് ജമ്മുവിൽ അടക്കം പ്രവർത്തിച്ചവരുടെ കാര്യങ്ങൾ നമുക്കറിയാം. ജമ്മുവിൽ ഈ വർഷം 58% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരിൽ 22 പേരുടെ മരണത്തെക്കുറിച്ച് ദുഃഖാർത്ഥമായിട്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ ഇത്രയും ലോങ് ഡ്യൂറേഷൻ എടുത്തിട്ടുള്ള ഒരു വോട്ടെണ്ണലിന് മുമ്പ് 2 മാസക്കാലമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാജ്യം സമയം കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ കടുത്ത വേനൽ കാലഘട്ടത്തിൽ കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്മതിദാനം രേഖപ്പെടുത്തിയവരുടെ വ്യക്തമായ വിവരണങ്ങൾ ഒപ്പിയെടുക്കുന്നതിൽ ഇടപെട്ടിട്ടുള്ള ഇലക്ഷൻ ഓഫീസർമാരിൽ 20ഓളം പേർ കൊടും ചൂട് സഹിക്കവയ്യാതെ മരണപ്പെട്ടുവെന്നാണ് അദ്ദേഹം ഇന്ന് അപ്പോളജൈസ് ചെയ്തത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പം പലപ്പോഴും ഇതിനൊക്കെ എക്സ്പേർട്സിൻ്റെ ഒരു സഹായങ്ങൾ നോക്കിക്കണ്ട് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുവാൻ. അത് ഈ പറയുന്നത് പോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായാലും CEC ആയാലും CSI ആണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ECI ആണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിണിതപ്രജ്ഞരായിട്ടുള്ള എക്സ്പേർട്ടുകളുടെ ഒരു സഹായം ആവശ്യപ്പെടാമായിരുന്നു. ഈ കാലഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഇത്രയും ദീർഘദൂരം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിലൂടെ എന്തൊക്കെ മാനവ വിഭവശേഷി അടക്കമുള്ള നഷ്ടപ്പെടുമെന്നുള്ള ഒരു എക്സ്പീരിയൻസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനിയുള്ള ഇലക്ഷനെ ഇത് ബാധിക്കില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ 4ഓളം ഡിക്കേഡ്സുകളായി 40 വർഷങ്ങളിലായി തുടർന്നു വന്ന ഇലക്ഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം പരിതപിക്കുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. വെൻ ആസ്ക്ഡ് വെദർ പോൾ ഒഫീഷ്യൽസ് losing lives in the line of duty are entitled to any compensation, a deputy election commissioner told business line that there is a provision to give a 15 lakh എക്സ് ഗ്രേഷ്യ പെർ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള കോഴ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പാർട്ടികൾ പരസ്പരം സ്റ്റേറ്റുകൾ കൈമാറിയിട്ടുള്ള കോഴ വിവാദങ്ങളൊക്കെ അറിയാം. ഇവിടെ ഹി സ്റ്റേറ്റഡ് ദാറ്റ് 10,000 crore ഇൻ ക്യാഷ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെന്റ്സ് വെയർ സീസ്ഡ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻസ്. ഇത് വൈൽ ഇറ്റ് വാസ് 3.475 crores in 2019
രൂപയായിരുന്നു അന്നത്തെ കാലത്ത് ഒരു മേജർ ഇൻസിഡന്റ് ആയിട്ട് സീസ് ചെയ്യപ്പെട്ടതെങ്കിൽ ഇന്ന് 10,000-കണക്കിന് കോടി രൂപ സീസ് ചെയ്യപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊരു വലിയ ഗൗരവമായ ചർച്ചയിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം മാധ്യമ ചർച്ചകളിൽ ഇടം നേടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇലക്ഷൻ ഷുഡ് ഹാപ്പൻ 1 month ബിഫോർ ഷെഡ്യൂൾ ടു ബീറ്റ് ഹീറ്റ്. CEC രാജീവ് കുമാറാണ് പറഞ്ഞത്. 6 ആഴ്ചത്തെ ദീർഘപൂർണമായിട്ടുള്ള ലോക്സഭാ പോളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ അടക്കം 99ഓളം പേർ മരണപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിലപിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് വേണം കരുതാൻ. എന്തായാലും ക്രേസി ഡെമോക്രസി ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ദിവസം അറിയാം, നമ്മളുടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 254ഓളം പേർ മത്സരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ തലമുറയിൽ ഈ 254 പേരിൽ എത്ര പേരെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരാരും ലൈം ലൈറ്റിലില്ല. സജീവമായി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയരുവാൻ നമ്മളുടെ സിറ്റിംഗ് MPമാർക്കൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും കേരളത്തിൽ ഭക്ഷ്യസുരക്ഷയില്ലായ്മ, എവിടെ നിന്നൊരു സാധനം വാങ്ങി കഴിച്ചാലും അതിനകത്ത് മായമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന സാഹചര്യം. പൊതുജനം അവിടെ സുരക്ഷിതമായിട്ടുള്ള ഒരു തുള്ളി ജലം നൽകുവാൻ, സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം നൽകുവാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിക്കോട്ടെ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആളുകളായാലും നമ്മൾക്ക് അന്യരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കടന്നു വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടതാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ. ഹോട്ടൽ അസോസിയേഷനൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ പുതിയ ആഹാര പദാർത്ഥങ്ങൾ ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയി വീണ്ടും വൈകിപ്പിക്കരുത്, ഉടൻ തന്നെ കഴിച്ചോണം, ഇല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആയി പോകുമെന്ന് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ തന്നെ പറയുന്നത് മലനാട് ജീവി അടക്കം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭരണാധികാരിക്കും ഒരു ജില്ലാ കളക്ടർക്കടക്കം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ കുടിക്കുന്ന ശുദ്ധജലത്തിൽ എന്ന് പറഞ്ഞ് സർക്കാർ നൽകുന്ന ശുദ്ധജലത്തിലും മായമില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ കഴിയാതിരിക്കുന്ന ആ കേവലം സാഹചര്യങ്ങൾ, അതായത് പ്രാഥമിക പരിഗണന ലഭിക്കേണ്ട കാര്യങ്ങളിൽ പോലും അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റുകാരായിട്ടുള്ള നമ്മളുടെ സിറ്റിംഗ് MPമാരും MLAമാരും ഒക്കെ ഇപ്പോഴത്തെ തലമുറയിൽ എത്ര പേരുടെ മുമ്പിലാണ് അവർ രാജകീയമായി ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർ എത്ര പേരുടെ മനസ്സിലാണ് റോൾ മോഡലായി മാറിയത് എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 254 പേര് 20 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുമ്പോൾ ഇന്ന് ചിലർക്ക് ഉറക്കം വരില്ല. നാളെ കാലത്ത് 6 മണിക്ക് തുടങ്ങിയ മാധ്യമ യുദ്ധം ഏറ്റവും എളുപ്പത്തിൽ ആരാണ് ഇന്ന മണ്ഡലങ്ങളിൽ വിജയിച്ചിരിക്കുന്നത്, ആർക്കാണ് ലീഡ്, ആരാണ് തോറ്റത്, ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്ന സംവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ഈ ഒരു ചർച്ചകൾ കൊണ്ട് മാധ്യമങ്ങൾ തങ്ങളുടെ ദൃശ്യജാലകങ്ങൾ നിറയ്ക്കുന്ന സമയങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഉറങ്ങാതെ കാത്തിരിക്കുന്നത് പൊതുജനമല്ല, സമ്മതിദാനം രേഖപ്പെടുത്തിയ ജനമല്ല, സമ്മതിദാനത്തിന് വേണ്ടി കാത്തുനിന്ന കഴുതകളെ പോലെ ജനങ്ങളെ കണ്ട ആ വ്യക്തികളാണ് MPമാർ. നിയുക്ത MPമാരായിട്ട് കടന്നു വരുന്നവർക്ക് ഇന്ന് ഉറക്കമില്ല. എന്തുകൊണ്ട് ഉറക്കമില്ല? ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമോശം സംഭവിച്ചത് നിങ്ങളൊക്കെ പറയുന്ന പോലെ പൊതുജനം കഴുതയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ, നേരത്തെ ഈ പലപ്പോഴും പ്രകടന പത്രത്തിൽ പറയുന്നത് പോലെ തേനും പാലും ഒഴുക്കിക്കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സജീവമായിട്ട് ജീവിക്കുവാനുള്ള സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും സാമൂഹിക സുരക്ഷയും പ്രാധാന്യം ചെയ്യുവാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ, അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടികൾക്ക് പറ്റില്ല എന്ന് നിർവ്യാജം സംസാരിച്ചുകൊണ്ട് നമ്മളുടെ മുന്നിൽ വോട്ടിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അടുത്തു വരുന്ന ആ MP കാൻഡിഡേറ്റ്സിന് ഒരാൾക്ക് പോലും ഇന്ന് ഉറങ്ങാൻ സാധിക്കത്തില്ല. പറ്റുമായിരുന്നു. അർഹതപ്പെട്ട സ്ഥാനം ലഭിച്ച, സമ്മതിദാനം നൽകി അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് മുന്നിൽ 1% നീതി പുലർത്തിയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങാമായിരുന്നു. ഞാൻ അവരുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറക്കമിളക്കേണ്ട കാര്യമില്ല, ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ജനം, ഞാൻ ചെയ്തിട്ടുള്ള 5 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ ജനം എന്നെ തന്നെ സമ്മതിദാനം നൽകി വീണ്ടും പാർലമെന്റിലേക്ക് അയക്കാൻ എൻ്റെ ജനം സമ്മതിദാനം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതേണ്ട ഒരാൾ പോലും ഈ 20 മണ്ഡലങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തായാലും മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് എക്സിറ്റ് പോളിനെ കുറിച്ചാണ്.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിറ്റ് പോളുകളുടെ ബഹളമായിരുന്നു. എക്സിറ്റ് പോൾ ഡൽഹിയിൽ നിന്നാണ് ആരംഭിച്ചത്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന എക്സിറ്റ് പോളിന്റെ പിന്തുണ അല്ലെങ്കിൽ പിൻവാല് പിടിച്ചുകൊണ്ട് എക്സിറ്റ് പോളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ മുഖ്യധാര ന്യൂസ് വാർത്താ ചാനലുകളും. അവിടെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള ചില വലിയ നാഷണൽ മീഡിയ എന്നാണ് ഡൽഹിയിലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏത് മാധ്യമത്തിന് എടുത്താലും പറഞ്ഞത് ദേശീയ മാധ്യമങ്ങൾ. ഈ ദേശീയ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഏത് മാനദണ്ഡം അനുസരിച്ചാണ് എക്സിറ്റ് പോൾ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് അവർ പൊതുജനങ്ങളുടെ മനസ്സറിഞ്ഞത്? എവിടെ എത്ര സമ്മതിദാനം രേഖപ്പെടുത്തിയെന്ന് ഏതവന് പറയാൻ സാധിക്കും? തമിഴ്നാട്ടിൽ 55% വോട്ടുകൾ ഇന്നാൾക്കാണ് രേഖപ്പെടുത്തിയെന്ന് ഒരു ദേശീയ മാധ്യമം പറയുമ്പോൾ അവന് എത്ര വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്? എത്ര പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്? ഏത് തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ഈ എക്സിറ്റ് പോൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ നാവിറങ്ങിപ്പോകുന്ന മാധ്യമ തലവന്മാരുള്ള ദേശീയ മാധ്യമങ്ങളോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഹിമാചൽ പ്രദേശിലൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയില്ലേ? വെറും 5 സീറ്റുള്ളിടത്ത് BJP 8 സീറ്റ് നേടുമെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. മധ്യപ്രദേശിലേക്ക് വന്നാൽ 35 സീറ്റുകൾ BJPയിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇവിടെ ഒരു അജണ്ട മണക്കുന്നുണ്ട്, ഒരു പിന്നെ എന്താ പറയുന്നത്, ഒരു കള്ളക്കളി മണക്കുന്നുണ്ട് എന്ന് പറയാം. ഈ എക്സിറ്റ് പോളുകളൊക്കെ നമ്മുടെ അച്ചുകൂടത്തിൽ കമ്മട്ടത്തിൽ അച്ചടിക്കുന്ന നോട്ടുണ്ടല്ലോ, ആ നോട്ടിന്റെ മണം മണപ്പിച്ചിട്ട് എഴുതി വെച്ചിട്ടുള്ള പ്രബന്ധങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരേ ഒരു വാക്കുകൾ തന്നെ, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ, അല്ലെങ്കിൽ എന്താ അത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ വാചകം എന്ന് പറഞ്ഞാൽ ടെക്നോക്രാറ്റ് സെൽ, ഓരോ പാർട്ടിയുടെയും ടെക്നോക്രാറ്റ് സെൽ സ്ട്രാറ്റജിസ്റ്റുകൾ നൽകുന്ന ആ ഭാഷ തന്നെ വിഴുങ്ങുകയും പിന്നെ ഛർദ്ദിച്ചു വെക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണ് ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ എന്ന് ഞാൻ പറയും. ഇവിടെ ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങോട്ട് വരുന്നു, അത് ഇങ്ങോട്ട് വന്നിട്ട് അതേപോലെ തന്നെ ഒമിറ്റ് ചെയ്യാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ. എന്ത് മാനദണ്ഡത്തിൻ്റെ, എന്ത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ഇന്ന സ്ഥലത്തൊന്ന് മേടിച്ചു, ഇന്ന റിസർച്ച് ചെയ്തു. ഈ ഒരു കോപ്പും ചെയ്തിട്ടില്ല, ഒരു റിസർച്ചും ചെയ്യാതെ ഇങ്ങോട്ട് വന്നിരുന്ന് 4 കോട്ടൊക്കെ ഇട്ടുകൊണ്ട് 4 ശീതീകരിച്ചിട്ടുള്ള ആ വലിയ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന ഓഗ്മെന്റ് റിയാലിറ്റിയുടെയും മറ്റും സഹായത്തോടു കൂടി വായിട്ടലയ്ക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരെ ഉത്തരത്തിന്റെ മേളിൽ കയറ്റാനാണ്? മാളിക മേളിൽ ഏറിയിരിക്കുന്ന മന്നന്റെ മുകളിൽ മാറാപ്പ് ചാർത്തി ഇങ്ങോട്ട് താഴോട്ട് ഇറക്കുന്നതും ഭവാൻ, മാറാപ്പ് ചുമന്നുകൊണ്ട് നടക്കുന്നവന് മാളികപ്പുറത്ത് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത് മാധ്യമപ്രവർത്തകരുടെ ജോലിയായിട്ട് വേണം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം മനസ്സിലാക്കുവാൻ. പണം തന്നാൽ ഞങ്ങൾ ആർക്ക് വേണ്ടി കുരയ്ക്കും, പണം തന്നില്ലെങ്കിൽ അത്തരക്കാരെ നമ്മൾ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നവരെയും അവർക്കെതിരെ ശബ്ദിക്കും. ഇതാണ് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകേണ്ട മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ. എന്തായാലും മലനാട് TV കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിവിടെ ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത്. പ്രധാനമായിട്ടും പത്തനംതിട്ടയെക്കുറിച്ച് നമ്മൾ 3 സ്ഥലത്ത് താമര വിരിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ള കാര്യം കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാം. അതായത് തൃശ്ശൂരിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി, അതുപോലെ തന്നെ സുനിൽകുമാർ, ഒപ്പം മുരളീധരൻ, ഈ 3 പേരാണ് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മെയിൻ കക്ഷികളായിട്ട് മത്സരിക്കുന്നത്. മറ്റു ചെറുകിട കക്ഷികളൊക്കെ ഉണ്ട്. BSP നേരത്തെ സൂചിപ്പിച്ച പോലെ 18ഓളം മണ്ഡലങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ആളുകളെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും BSPയുടെ നേതൃത്വ സ്ഥാനത്ത് നിന്നും, ദേശീയ അധ്യക്ഷയുടെ സ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് പണമൊന്നും ഒഴുകിയതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നന്നായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ കണക്ക് കൂട്ടുമ്പം കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ള രാഷ്ട്രീയ പാർട്ടികളും തമ്മിലാണ് നമ്മുടെ ഇലക്ഷനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ ഒരു കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ അതിനടിയിൽ എഴുതും 1000 കോപ്പിയെന്ന്. എത്ര 1000 കോപ്പി പ്രിന്റ് ചെയ്താൽ മതിയാകും ഒരു ദേശീയ പാർട്ടി കേരളം മുഴുവൻ ഒട്ടിക്കണമെങ്കിൽ? അവിടെ മുതൽ കള്ളക്കളികൾ തുടങ്ങുകയാണ്. അങ്ങനെ നിരവധി കള്ളക്കളികൾ. എത്ര സ്ട്രാറ്റജിസ്റ്റുകൾക്ക് നിങ്ങൾ കുഴപ്പണം കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ നവമാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടും ഒക്കെ വന്നു കിടന്ന് കുരയ്ക്കുന്നത്? എത്ര പേർക്ക് പണം കൊടുത്തിട്ടാണ്? 1 രൂപ കൈവശം മേടിച്ചിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാവുന്ന ഒരു മാധ്യമ പ്രവർത്തനെങ്കിലും ഇന്ത്യയിലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷന്റെ നാളെ നടക്കുന്ന ഈ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ വാതോരാതെ സംസാരിക്കുവാൻ ഓരോ പാർട്ടികൾക്ക് വേണ്ടി ജയ് വിളിക്കുവാൻ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ എന്ന ചോദ്യം നെഞ്ചിൽ കൈവച്ചിട്ട് പറയാൻ സാധിക്കുമോ? നിങ്ങൾക്കോ നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്കോ
ഒരു നയ പൈസയും സഹായം ഈ പറയുന്ന ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ പിന്നിൽ നിന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ മൂന്നാം മുന്നണിയായിട്ട് വരുന്നവരുടെ ഭാഗത്തു നിന്നോ, നാലാം മുന്നണികളുടെ ഭാഗത്തു നിന്നോ മേടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചാകരയാണ്, ചാകര. മാധ്യമങ്ങളുടെ ചാകര എവിടെയാണ്? ഇലക്ഷൻ വരുമ്പോഴാണ് മാധ്യമങ്ങളുടെ ചാകര. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുള്ള മാധ്യമ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് വന്നിരിക്കുന്നു മുൻ മംഗളം ടെലിവിഷന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ അജിത് കുമാർ നേതൃത്വം നൽകുന്ന ന്യൂസ് മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കടന്നു വരുന്നത്. വീണ്ടും ഒട്ടനവധി മാധ്യമങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കേരളം എന്ന് പറയുന്നത് വെറും 3 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഷൂ സ്ട്രിങ് പോലെയുള്ള ഒരു സംസ്ഥാനമാണ്. അവിടേക്ക് ആവശ്യമുള്ള മാധ്യമങ്ങൾ എത്രണ്ണമാണ്? ഓക്കെ, എല്ലാ മാധ്യമങ്ങളും വന്നോട്ടെ. എല്ലാവരും ഈ പഴയ വേഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ച് അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ജനപക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ട ഒരു മാധ്യമമുണ്ടോ ഇവിടെ? ഈ കുട്ടനാട്ടിലെ കാര്യം, ഞാനിപ്പം ആലപ്പുഴയിലേക്ക് കടന്നു വരാം, അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് കടന്നു വരാം, തിരുവനന്തപുരത്തേക്ക് കടന്നു വരാം, പത്തനംതിട്ടയിലേക്ക് കടന്നു വരാം. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഈ സാംസ്കാരിക തലസ്ഥാനത്ത് കപട സദാചാരവാദികളുടെ അല്ലെങ്കിൽ കപട രാഷ്ട്രീയ പ്രക്ഷാളനക്കാരുടെ ഇടയിൽ കൂടെയാണെന്ന് സാംസ്കാരിക തലസ്ഥാനത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും അറിയില്ല ആരാണ് നല്ലതെന്നും ആരാണ് ചീത്തയെന്നും. അത്രത്തോളം സ്ട്രാറ്റജി കൊണ്ട് ഇലക്ഷനെ മറികടക്കുവാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടന്ന ഒരു ഏക മണ്ഡലമാണ് തൃശ്ശൂർ. സുരേഷ് ഗോപി എന്ന സിനിമാ താരം അദ്ദേഹം കടന്നു വരുന്നു. അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകളുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സെന്റിമെന്റലായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വാരിപ്പുണരുക. ആ മകൾ ഇന്ന് ഉണ്ടെങ്കിൽ, ജീവിച്ചിരുന്നാൽ, ആ പ്രായത്തിലുള്ള ഏത് കുഞ്ഞിനെ കണ്ടാലും ഞാൻ അവളെ ഇറുക്കി പുണരും, അവളുടെ മൂർധാവിൽ നിന്ന് ആ ശ്വാസം ഞാൻ ഉള്ളിലേക്ക് ആഞ്ഞ് വലിച്ചിറക്കുമെന്ന് പറഞ്ഞൊരു അച്ഛനെ നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ടെലിവിഷൻ ഷോസിൽ നിർധനരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് സ്വർണ്ണമാലകൾ ഊരിക്കൊടുത്ത സുരേഷ് ഗോപി അറിയാം. തൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചെക്കിൽ ഒപ്പിട്ട പണം ഞാൻ നൽകുന്നത്, നിങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെയൊക്കെ നെഞ്ചോട് വാരിപ്പുണർന്ന സുരേഷ് ഗോപിയെ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതേപോലൊരു രാഷ്ട്രീയ നേതാവിനെ, അതേപോലൊരു മുഖ്യമന്ത്രിയെ, അതേപോലൊരു പ്രതിപക്ഷ നേതാവിനെ, അതേപോലൊരു MLA, അതേപോലൊരു MP ഒക്കെ നമുക്കൊന്ന് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ എന്തുകൊണ്ടൊന്ന് അദ്ദേഹത്തിന് നറുക്ക് വീണു. അദ്ദേഹം ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ടസ്റ്റൻ്റായിട്ട് തൃശ്ശൂരിലേക്ക് കഴിഞ്ഞ വർഷം മത്സരിക്കാൻ വന്നത്. എന്തൊക്കെ തെറ്റുകളും തെറികളും ഒക്കെയാണ് അദ്ദേഹത്തെ സൂചിപ്പിച്ചത്. കൂടെ സഹകരിക്കുന്ന എത്രയോ പേര് അദ്ദേഹത്തെ വളരെ മോശമായിട്ട്, പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്കറിയാം, അല്ലാതെ അവർ തമ്മിൽ വ്യക്തിപരമായ ശണ്ടകളോ ശത്രുതയോ ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന ആ ഒരു എന്താ പറയുന്നത് അധികാര മോഹത്തിൻ്റെ പേരിൽ പരസ്പരം ഇന്നേ വരെ കാണാത്ത രീതിയിൽ വ്യക്തിഹത്യ നടത്തി സുരേഷ് ഗോപി എന്ന് മാത്രമല്ല XOR അവിടെ ആരാണെങ്കിലും എന്തിനാണ് ഈ വ്യത്യസ്തത നടത്തേണ്ട കാര്യം? എന്താണ്? സുരേഷ് ഗോപിക്ക് ആകുന്ന കാര്യങ്ങൾ ഈ തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം ചെയ്യട്ടെ, മുരളീധരനാകുന്ന കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം ചെയ്യട്ടെ, സുനിൽകുമാറിനാകുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. ഇവരൊക്കെ മന്ത്രിമാരായിട്ടും രാഷ്ട്രീയത്തിൽ വലിയ നിലകളിലൊക്കെ ഇരുന്നവരാണ് ഈ രണ്ടുപേരും, സുനിൽകുമാറും അതുപോലെ തന്നെ മുരളീധരനും. എന്ത് കുന്തമാണ് ചെയ്തത് അദ്ദേഹം? സുനിൽകുമാർ ഇവിടുത്തെ കർഷക മേഖലയ്ക്ക് എന്ത് സംഭാവനയാണ് ചെയ്തത്? ഒട്ടനവധി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു വരേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞത് ഒരു മൂന്നാമത്തെ ഒരാളിനെ, അത് മൂന്നാം മുന്നണിയല്ല, മൂന്നാമത്തെ ഒരു ആൾ, അദ്ദേഹം സമൂഹത്തിൽ സാമാന്യം അദ്ദേഹത്തിന് സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, സാമൂഹികമായിട്ടൊരു അടുപ്പം ജനങ്ങളുമായിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്നാമതൊരാളിന് സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരും തമ്മിൽ മത്സരം ഉണ്ടാകുമല്ലോ. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ മത്സരം ഉണ്ടാകും. സുനിൽകുമാറിന്റെ ആ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന, പ്രത്യയശാസ്ത്ര മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെയുള്ളവരിൽ ഒരു കാലഘട്ടം വരെ വളരെ അന്തർലീനമായി കടന്നിരുന്ന ഒരു കാര്യമായിരുന്നു, എന്തൊക്കെ ലോകം മാറി മറിഞ്ഞാലും മലക്കം മറിഞ്ഞാലും എൻ്റെ കൈപ്പത്തി അല്ലെങ്കിൽ എൻ്റെ കൈ പോയി വീഴുന്നത് എവിടെയാണ്? അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലെ പറ്റൂ എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലങ്ങളൊക്കെ മാറി, ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. പഴയ തലമുറയൊക്കെ കുറച്ച് കുറഞ്ഞു. ഇപ്പം പുതിയ തലമുറകളിലെ കുട്ടികൾ വന്നു. അവരൊക്കെ കൂടുതലും അന്യ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കാറാൻ കൊതിച്ചുകൊണ്ട് പോകാൻ കാരണം എന്താ? നിങ്ങളെപ്പോലുള്ള ഭരണാധികാരികളാണ്. ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. അവർക്കൊന്നും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഒരുങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ വോട്ട് വരുന്നത് എവിടുന്ന? ബാലറ്റ് വോട്ടുകൾ വരും അല്ലേ, പോസ്റ്റൽ ബാലറ്റുകൾ വരും. പോസ്റ്റൽ ബാലറ്റുകൾ വരുമ്പോൾ അത്തരം ബാലറ്റുകളിൽ അവർ കറക്കിക്കുത്തുന്ന ആരെയായിരിക്കും എന്നറിയാമല്ലോ? പുതിയ ആളെ ഒന്ന് ശ്രമിച്ചേ നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അവിടെ BJP എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ് അദ്ദേഹം BJPയുടെ, പക്ഷെ അതൊന്നും അല്ല അവരുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്നുള്ളൊരു വ്യക്തിയെ മാത്രമായിരിക്കും അവർ കാണുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള വനിതകളുടെ എണ്ണം എടുത്താൽ ആ എണ്ണം മാത്രം മതി സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള വോട്ടിൻ്റെ കണക്ക് നോക്കാൻ.
ഇന്ന് സുരേഷ് ഗോപി ജയിക്കണമേ എന്ന് പലരും പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുജനങ്ങളും അടക്കമുള്ളവരുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു മര്യാദയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി സുരേഷ് ഗോപിയും തലതിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നാളുകളിൽ ആ പ്രാർത്ഥനയും വിഫലമായി പോകത്തേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അവസരം നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ വർഷം അദ്ദേഹം വളരെ സജീവമായിട്ട് രാഷ്ട്രീയ എന്താണ് ഇടപെടലൊക്കെ നടത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഒരുപാട് സാധാരണ നമ്മുടെ MLA-മാരും MP-മാരും ഒക്കെ ഇലക്ഷൻ കാണിക്കുന്ന പോലെ മൂക്കളെ ഒലിപ്പിച്ചൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നെഞ്ചോട് വാരിപ്പുണരുകയൊക്കെ ചെയ്തു. ചില ഗർഭിണികൾക്ക് വയറിൽ വരെ ഉമ്മ കൊടുത്ത സുരേഷ് ഗോപിയെ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ കൈവിട്ടു. ഞാനിങ്ങനെ എടുക്കുവാന്നൊക്കെ അദ്ദേഹം കുറച്ച് അധിക പ്രസംഗം പറഞ്ഞുപോയി. ഇപ്രാവശ്യം അതൊന്നും പറയുന്നില്ല. ഇപ്രാവശ്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ അങ്ങ് എടുക്കുക എന്നായിരിക്കും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് അദ്ദേഹം അബ്സ്കൗണ്ട് ആണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ കാണാനില്ല. അബ്സ്കൗണ്ടായിട്ട് എവിടെ പോയതാണ് നമുക്കറിയത്തില്ല. ടെലിവിഷൻ്റെ സ്ക്രീനിലൊന്നും നിയുക്ത MP ആകേണ്ട, അല്ലേ, അത് ഞാൻ പറയുന്നത് തെറ്റാണ്, MP ആകാം ഒരുപക്ഷെ. അദ്ദേഹം എവിടെ പോയെന്ന് ഒരു മാധ്യമത്തിൻ്റെയും ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇന്ന് മഷിയിട്ട് നോക്കിയാൽ സുരേഷ് ഗോപിയെ ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, എന്തായാലും തൃശ്ശൂരിൻ്റെ കാര്യമാണ് നിൽക്കട്ടെ. ഈ രണ്ടുപേരും കൂടെ തമ്മിൽ ആവാഹിച്ചെടുക്കുന്ന വോട്ടുകളുടെ എണ്ണവും സുരേഷ് ഗോപി ഒറ്റയ്ക്ക് നേടുന്ന വോട്ടുകളുടെ എണ്ണവും ഒക്കെ ടാലി ചെയ്താൽ നിഷ്പക്ഷമായിട്ട് വോട്ട് കുത്തുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പുതിയ തലമുറയുടെയും അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും നോക്കാതെ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വോട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപിക്കാകാം എന്നാണ് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. നേരത്തെ ഇരുന്ന് കട്ടുമുടിച്ച ഒരാളല്ല. അതുകൊണ്ട് ഒരു പക്ഷേ സുരേഷ് ഗോപിയിലേക്ക് കുറച്ച് വോട്ട് വന്നാൽ ഒരു പക്ഷേ സുരേഷ് ഗോപി ജയിച്ചേക്കാം എന്നാണ് മലനാട് ജീവി പറഞ്ഞത്. അതിൽ 90% പറഞ്ഞപ്പോൾ 10% ഞങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ട്. ആ 10%-ൽ ഈ 2 പേരിൽ ആർക്ക് വേണമെങ്കിലും വിജയിക്കാം. അത് അവരുടെ നന്മ പോലിരിക്കും, അവരിൽ അർപ്പിക്കുന്ന വിശ്വാസം പോലിരിക്കും. മര്യാദയ്ക്ക് നാളുകളിൽ ആര് വന്നാലും ഭരിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ പറയുന്ന തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി പത്തനംതിട്ടയിലേക്ക് കടന്നു വരാം. പത്തനംതിട്ടയാണ് അടുത്തൊരു താമര വിരിയാൻ സാധ്യതയുള്ളത്. എന്തുകൊണ്ടാണ് പറയുന്നത്? പത്തനംതിട്ടയിൽ ഈ പറയുന്ന 9 തവണകളായിട്ട് അടിയുറച്ച് വിശ്വസിക്കുകയും ജനങ്ങളോടൊപ്പം താനെന്ന് പറയുകയും ചെയ്യുന്ന കോട്ടയംകാരനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് പത്തനംതിട്ടയിലുള്ള ആന്റോ ആന്റണി, ഇല്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിരം അദ്ദേഹത്തിൻ്റെ സീറ്റിനെ കൈക്കലാക്കുവാൻ വേണ്ടി കോൺഗ്രസിൽ തന്നെ പടലപ്പിണക്കങ്ങൾ ഉണ്ട് എന്ന് വേണം. അവിടെ നടന്നിട്ടുള്ള നാടകങ്ങളൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട്. മോഹൻരാജ് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഇന്നുവരെ ഒരു സീറ്റ് നൽകുന്നതിൽ പാർട്ടിക്ക് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ പത്തനാപുരം സ്വദേശിയായിട്ടുള്ള രാഷ്ട്രീയ നേരത്തെ DCC പ്രസിഡന്റായിട്ടിരുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനും പറ്റിയിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറാൻ പോകുന്നത് എല്ലാം അവിടെ ആകെ കുളമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്. അവിടെ കോട്ടയത്തു നിന്നും കടന്നു വന്നിട്ടുള്ള ആന്റോ ആന്റണി നിർബാധം തുടർച്ചയായിട്ട് ഇങ്ങനെ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശക്തനായിട്ടുള്ളൊരു എതിരാളി ആയിരുന്നില്ല സുരേന്ദ്രൻ അടക്കം അവിടെ നിന്നതെന്ന് വേണം പറയാൻ. പക്ഷെ ഇത്തവണ അവിടെ നല്ലൊരു ശക്തരായിട്ടുള്ള പ്രതിയോഗികളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 രാഷ്ട്രീയ പാർട്ടികളും. തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു പ്രവർത്തന പാരമ്പര്യമുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക പാരമ്പര്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കാൻഡിഡേറ്റ് ആണ് എന്നൊക്കെ കരുതിയിരുന്ന ഇടതുപക്ഷ അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ഞാനും എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ ഉള്ള ആ ഒരു തോമസ് ഐസക്കിനെ ഒരു തുലം MP സ്ഥാനത്തേക്ക് ഇന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെടുത്തിയതിൻ്റെ ഒരു സങ്കടം പത്തനംതിട്ടയിലെ ഇടതുപക്ഷ സഹയാത്രികരിൽ മൊത്തത്തിലുണ്ട്. അവിടെയാണ് തോമസ് ഐസക്കിന് കുത്തേണ്ടി വരുന്ന ആ വോട്ട് ഒരു പക്ഷേ മാറി കുത്തണം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ വിഭാഗീയ ചിന്തകളുണ്ടല്ലോ. അപ്പോൾ ഈ സഖ്യമാണല്ലോ, ഒരു പാർട്ടി ഒറ്റയ്ക്കല്ലല്ലോ അവിടെ വരുന്നത്. ഇടതുപക്ഷ സഖ്യത്തിനകത്തുള്ള ചില വിഭാഗീയ പോക്കറ്റുകളിൽ നിന്ന് വോട്ടുകൾ ഈ മറ്റ് 2 പേരിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആർക്കാണ് പ്രാധാന്യം അവർ കൊടുക്കുക? 9 തവണ മത്സരിച്ച ആന്റോ ആന്റണിക്കാണോ? പുതുതായിട്ട് ഒരുത്തം വരുന്നുണ്ട്, എന്നാൽ പിന്നെ അവനെ ഒന്ന് വിജയിപ്പിച്ച് നോക്കിയേക്കാമെന്ന് വിചാരിക്കുന്നിടത്താണോ? ഇത് സോഷ്യൽ സൈക്കോളജിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ സാമൂഹികമായിട്ടുള്ള മനഃശാസ്ത്രം വെച്ച് നോക്കുമ്പം പുതിയ ഒരാൾ വരുന്നു. അത് വിശ്വവിഖ്യാതനായിട്ടുള്ള കോൺഗ്രസ് നേതാവും രാജ്യ സുരക്ഷാ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന, ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന AK ആന്റണിയുടെ മകനാണ്. അപ്പം എന്തായാലും മത്ത കുത്തിയ കുമ്പളം മുളകിയതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ഒരു പരിചയം മകനുണ്ടാകും. പിന്നെ കുറെ കൂടി അടുത്ത ജനറേഷൻ ആകുമ്പോൾ കുറച്ചുകൂടി രാഗി മൂർച്ച കൂട്ടിയ ആയുധമായിട്ടാണ് മക്കളൊക്കെ ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും, വ്യത്യസ്തമായിട്ട്, അച്ഛനേക്കാളും വ്യത്യസ്തമായിട്ട്. അവിടെ AK ആന്റണിയുടെ മകൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന അനിൽ കെ ആന്റണി കടന്നു വരുന്നു. അനിൽ കെ ആന്റണി കടന്നു വന്നിട്ട് 1-2 പൊടിക്കൈകൾ പത്തനംതിട്ടയിൽ ഈ പ്രകടനത്തിനിടയിൽ ഉപയോഗിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സഭ നിയന്ത്രിക്കുന്ന ക്രിസ്ത്യൻ സഭയുടെ വോട്ട് ബാങ്കാണ്. മലയോര മേഖലയിലെ ക്രിസ്ത്യാനികളെല്ലാം
പണ്ട് കാലം മുതലേ ഉള്ളതാണ്, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ. പക്ഷേ ആ വോട്ട് വിഘടിപ്പിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ രാജു എബ്രഹാമിനെ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്ന് പരീക്ഷിക്കാമായിരുന്നു. പാവം പിടിച്ച രാജു എബ്രഹാമിനെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ CM കാൻഡിഡേറ്റ് ആയിട്ടുള്ള തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലേക്ക് ഈ പറയുന്ന ഇടത് ബുദ്ധിരാക്ഷസന്മാർ നിയോഗിച്ചത്. അത് ഈ പറഞ്ഞതുപോലെ സഭയുടെ വോട്ടിൽ നിന്നും ആ ഒരു കുറച്ച് വോട്ടുകൾ തൻ്റെ സഭയിൽ വിശ്വസിക്കുന്ന മറ്റൊരു കുഞ്ഞാടായ അനിൽ കെ ആൻ്റണിയിലേക്ക് ഒഴുകുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, സഭയ്ക്ക് ഏറ്റവും നല്ല കുഞ്ഞാടാണ് ആൻ്റോ ആൻ്റണി എങ്കിലും നല്ല ശബരിക്കാരനല്ല ആൻ്റോ ആൻ്റണി എന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസ്സിലെ എല്ലാവർക്കും ഉള്ളത്. കാരണം അങ്ങനെ ഒരു അഭിപ്രായം പത്തനംതിട്ടയിൽ നല്ലൊരു ശബരിക്കാരനായിരുന്നെങ്കിൽ ഞാൻ ഇത്ര സമ്പാദിച്ചേക്കാൻ മതി, ഇനി കുറച്ചു കാലം എന്നേക്കാളും സാമർഥ്യമുള്ള മോഹൻ രാജനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ ഒന്ന് മാറിക്കൊടുത്തേക്കാമെന്ന് ആൻ്റോ ആൻ്റണി കരുതിയിരുന്നേനെ എന്ന് ചിന്തിച്ച് ഇന്നും മൗനമായിട്ട് സഞ്ചരിക്കുന്ന കോൺഗ്രസ്സുകാരുള്ള നാടാണ് പത്തനംതിട്ട. അപ്പോൾ ഇവിടെ ഈ പറയുന്ന അന്തർലീനമായി കിടക്കുന്ന ആത്മസംഘർഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടയിലാണ് അനിൽ കെ ആൻ്റണി കടന്നു വരുന്നത്. അനിൽ കെ ആൻ്റണി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അനിൽ കെ ആൻ്റണി ഫ്രഷാണ്. അനിൽ കെ ആൻ്റണിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവരെ രണ്ടുപേരെക്കാളും യുവാവാണ്. ആ യുവാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സാധ്യതകളുണ്ട്, പിടിപാടുണ്ട് കേന്ദ്രത്തിലെന്ന് തെളിയിച്ചു കൊടുത്താണ് സഭയ്ക്കുള്ളിൽ, ചില ന്യൂനപക്ഷ സഭയ്ക്കുള്ളിൽ പെന്തിക്കോസ്റ്റൽ ചർച്ചുകാർക്ക് അത് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ദഹിക്കും, മനസ്സിലാകും. എനിവേ അവരെല്ലാം കൂടെ തീരുമാനിച്ചാൽ ഈ പറയുന്ന നിഷ്പക്ഷമായിട്ടുള്ള കുറച്ച് വോട്ടുകൾ, ഇനി പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശ രാജ്യങ്ങളിൽ പഠനാർത്ഥം പോയിരിക്കുന്നവരും അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടുത്തെ പൗരത്വം നേടിയിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ രാജ്യം മോശമാണ്, ഇവിടെ വന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അമ്മയച്ഛ നിങ്ങൾ അവിടെ കിടന്നോ. കുമ്പനാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥലം, ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. കുമ്പനാട് എന്ന് പറയുന്നത് പ്രേത നഗരം എന്നാണ് ഗൂഗിളിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് അറിയപ്പെടുന്നത്. കുറേ അധികം വീടുകളും ഒരു പട്ടിയും 2 അമ്മമാരും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ മാത്രമേ ആ വീടുകളിൽ കാണുള്ളൂ. മക്കളും ബന്ധുക്കളും എല്ലാം അമേരിക്കയിലും ഹൂസ്റ്റണിലും അല്ലെങ്കിൽ UK ഒക്കെ ആയിട്ട് പോയി അവിടെ താമസിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളുടെയും ബാങ്കിൻ്റെ ഏജൻസികൾ കുമ്പനാട് വരാൻ കാരണം എന്താ? ഈ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അമ്മമാർക്ക് വേണ്ടിയുള്ള പാരിതോഷികങ്ങളായ പണങ്ങൾ സ്വീകരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് മത്സരിച്ച് അവിടെ ഒരുപാട് ബാങ്കിങ് ഏജൻസികൾ വന്നിട്ടുണ്ട്, ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പം അത്തരം ആ മേഖലയിലെ എണ്ണിയാലൊടുങ്ങാത്ത വോട്ട് ബാങ്കാണ് പോസ്റ്റൽ വോട്ടുകൾ. ഈ പോസ്റ്റൽ വോട്ടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ഒരാളിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അത് യുവാവായിരിക്കുന്നു. AK ആൻ്റണിയുടെ മകൻ എന്നുള്ളൊരു വലിയൊരു പ്രാധാന്യം അനിൽ കെ ആൻ്റണിക്കുണ്ട്. യുവാവ് എന്നുള്ള നിലയിൽ യുവാക്കൾ വിചാരിക്കുന്നത് മറ്റേ മുതിർന്നവന്മാരെല്ലാം കൂടെ ചേർന്ന് ഇത്രയൊക്കെ ആക്കി വെച്ച രാജ്യമാണ് ഇന്ത്യ. അവിടെ പുതിയ ആൾക്കാർ ഭരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കുത്തിയാൽ നിസ്സംശയം അവിടെ ഒരു താമര മുളയ്ക്കും. ഇനി ആലപ്പുഴയുടെ കാര്യമെടുത്താലോ. കുട്ടനാട് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ്. കുട്ടനാട്ടിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിനീരിന്റെ കാര്യത്തിൽ കാലങ്ങളായി ഇന്നേ വരെ ഭരിച്ചു വന്നിരുന്നവർ ആരെങ്കിലും MP-മാരോ MLA-മാരോ അവിടെ എന്ത് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഒരിറ്റ് കുടിവെള്ളത്തിന് വേണ്ടി ഇന്നും ദൂരങ്ങളോളം കായലിലൂടെ വള്ളത്തിൽ വലിയ ക്യാനുമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിലാണ് വീണ്ടും വീണ്ടും ഇവർ സമ്മതിദാനം ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിന്റെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ 70 വർഷം കഴിഞ്ഞ് ഇന്നും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വ്യക്താക്കൾ ഇന്നും അതിനൊരു പരിഹാരം കാണാതെ ഉഴലുമ്പോഴാണ് മലനാട് TV കഴിഞ്ഞ വർഷം ചെയ്ത റിപ്പോർട്ടിനെ തുടർന്ന് മോഹൻലാലിൻ്റെ സന്നദ്ധ സംഘടന മേജർ രവി അടക്കമുള്ളവരോട് വന്ന് 300 വീടുകളിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം നൽകുന്നത്. അവിടെ ജനാധിപത്യ സംവിധാനത്തിലെ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് പരാജയപ്പെട്ടെടുത്ത് ഒരു സിനിമാ താരം അദ്ദേഹത്തിന്റെ CSR അവിടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് മലനാട് TVയിലൂടെ ലോകം കാണുന്നത്. 26,000-ഓളം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. 15 വാർഡുകളുണ്ട്. അതിൽ 12 വാർഡുകൾ അക്കരയും 3 വാർഡുകൾ ഇക്കരയുമാണ്. ഈ 3 വാർഡുകൾക്ക് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. ഇവിടെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വെള്ളം കാണുന്നുണ്ടെങ്കിലും ഇവിടെ കുടിക്കുവാൻ വെള്ളമില്ല. ആഴ്ചയിൽ 3 ദിവസമാണ് വെള്ളം കിട്ടുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് മാറി ചിന്തിക്കുവാൻ ആരും തയ്യാറാകഞ്ഞിട്ടാണ്. ശ്രദ്ധയപ്പെടുത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കോളേജിൽ നിന്ന് ഇതുപോലെ ഒരു ടീം വന്നിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് അവരൊക്കെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പഞ്ചായത്ത് അന്വേഷിക്കണം, അല്ലെ നമ്മുടെ വില്ലേജ്, അല്ലെ ഞങ്ങളെ ഇത് തീറ്റിപ്പോറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അന്വേഷിക്കാതെ നമുക്കൊരു കാര്യമില്ല. ഞാനിവിടെ വന്നിട്ട് 7 വർഷമായി. 7 വർഷം ഈ വെള്ളം തന്നെ. ഞങ്ങൾക്ക് കുടിവെള്ളം ഇതാണ് ഞങ്ങളുടെ വെള്ളം. കുടിക്കുന്നതിനും കുളിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ടോയ്ലറ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, പിന്നെ പാടശേഖരത്തിൽ നിന്ന് അടിച്ചിറക്കുന്ന വെള്ളം വിഷമാണ്. ഞങ്ങളുടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എന്തോരം ശതമാനം വിഷാംശങ്ങൾ അവിടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പല
ഭരണകൂടം ഇവിടെ മാറി മാറി വരുന്നുണ്ട്. എങ്കിലും ഈ തുരുത്തിനെ സംബന്ധിച്ച് തട്ടംതറച്ചിറ മില്ല് കൊല്ലാനം തുരുത്ത് എന്നാണ് ഇതിന് പറയുന്നത്. ഈ തുരുത്തിലേക്ക് കടന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ പോളയും മറ്റ് മാരകമായ രോഗങ്ങളും ഞങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇക്കരെ വിട്ടൊരു വെള്ളം പൈപ്പ് വാട്ടർ കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെയാണ് ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് വിധി എഴുതാൻ വേണ്ടി പാവം ജനങ്ങൾ കഴുതിയെ പോലെ നിൽക്കുന്നത്. ഇതിൽ ഈ 3 പേരുടെയും ഉറക്കം കെടുത്തുന്നത് ജനങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തി ജനങ്ങളുടെ സമ്മതിദാനം ആർക്കാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ അവർക്ക് കഴിയാതെ വരുന്നത് അതിൽ യാതൊരു വിധത്തിലുള്ള അതിശയോക്തിയുമില്ല. മുൻപ് മലനാട് ടി വി പറഞ്ഞിരുന്നു, കോൺഗ്രസിലെ 2 MLA-മാർ തമ്മിലുള്ള ശീത സമരമാണ് കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം. കുട്ടനാട് വാട്ടർഷെഡ് പദ്ധതി ഇന്നും നടപ്പിലാകാതെ പോകുന്നതിന്റെ പിന്നിലെന്ന് മലനാട് ടി വി പറഞ്ഞിരുന്നു. ഇനിയും ഇത്തരം വാർത്തകൾ ആവർത്തിക്കാതിരിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്നത്. മാധ്യമത്തിന് കടന്നു വരുന്നതിൽ മലനാട് ടി വിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു TV പ്രോഗ്രാം ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ കടന്നു വരുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശശി തരൂരിൻ്റെ വൈജ്ഞാനിക ബോധവും ശശി തരൂരിൻ്റെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അക്രഡിറ്റേഷനുകളും ഒന്നും അവിടുത്തെ ഈ ഇലക്ഷനെ ഒന്നും സ്വാധീനിക്കില്ല എന്ന് വേണം പറയാൻ. കാരണം എന്താ, ഇന്നും ഒരു മഴ പെയ്താൽ ചെളിക്കുണ്ടിലാകുന്ന തലസ്ഥാന നഗരിയിൽ എന്ത് കോപ്പാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെക്കാൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയതാരാണ്? BJP ആണ്. അപ്പം 2ാം സ്ഥാനത്തേക്ക് വന്ന റണ്ണറപ്പായിട്ടുള്ള BJPയുടെ ഗ്രാഫ് ഇന്നത്തെ ഈ പറഞ്ഞ ദേശീയ സംഘടനകൾ ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ എക്സിറ്റ് പോളിലൊക്കെ അവരുടെ ഗ്രാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. 10% നിന്ന് 20% ഉയർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെയുണ്ടെങ്കിൽ പോളിങ്ങിനനുസരിച്ചുള്ള ഒരു വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്നാൽ ഒരു പക്ഷേ BJPക്ക് സാധ്യതയുണ്ട്. അവിടെയും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ സാധുവാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ CPI വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ഇടതുപക്ഷ സഞ്ചാരിയാണ്. അദ്ദേഹത്തിനെ അങ്ങോട്ട് വിജയിപ്പിച്ച് രക്ഷപ്പെടുത്തി തലസ്ഥാന നഗരിൽ ഇരുത്തണമെന്ന് CPM ഉള്ള ആൾക്കാർക്ക് പോലും താല്പര്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഉപാധികളില്ലാത്ത ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. വീടിൽ ഒരു മുറി മാത്രമാണുള്ളത്. അപ്പം നമ്മളൊക്കെ വളരുമ്പോൾ നമ്മളെ കൂടുള്ളവരും അതേപോലെ വളരണ്ടേ? അപ്പോൾ ആ രീതിയിൽ അവരൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ പന്ന്യനെ ഇന്നല്ല എന്നേ വലിയൊരാളാക്കാമായിരുന്നു. പന്ന്യനിൽ ജനങ്ങൾക്കുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കയ്യിൽ കറ പുരളാത്ത ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് വോട്ടുകൾ ലീഡ് ചെയ്യും. പന്ന്യനെ സംബന്ധിച്ചിട്ട് ജനങ്ങൾക്കൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ LDF എന്നൊക്കെ പറഞ്ഞാലും ഈ CPI CPM പിന്നെ മറ്റ് KCM എന്നൊക്കെ പറയുന്നത് പോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ആളുകൾ CPIയിലെ കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ അവിടെ വോട്ട് കുറയും. അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികരെന്ന് പറയുന്ന CPIയുടെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് വേണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കാം. അപ്പം ഈ തരത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ. അത്തരമൊരു പാളിച്ച വന്നതുകൊണ്ടാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ പറയുന്നത് അവിടെ രാജീവ് ചന്ദ്രശേഖറിന് സാധ്യതകളുണ്ട് എന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ശശി തരൂരിൻ്റെ സാഹചര്യത്തിനെ കുറിച്ച് എടുത്തു പറയാം. സുനന്ദ പുഷ്കറിൻ്റെ മരണം, സ്വന്തം ഭാര്യയുടെ മരണത്തിൽ ഇന്നും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, കേരളത്തിലെ ഈ പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24% ക്രിമിനലുകളാണ് സമ്മതിദാനം നേടുന്നത്. അപ്പം അതിൽ കൊടും കുറ്റവാളികളായിട്ട് 10%-ഓളം പേർ കടന്നു വരുന്നുണ്ട്. അവിടെ ഏറ്റവും വലിയ വൈജ്ഞാനിക ബോധവുമുള്ള ശശി തരൂരിൻ്റെ ആ സാഹചര്യങ്ങളൊന്നും ഇവിടെ വില പോകില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ കോൺഗ്രസ്സിന് തന്നെ ആയിരുന്നു എന്ന് വേണം ഈ കഴിഞ്ഞ കാലങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുക. എന്തൊക്കെ പറഞ്ഞാലും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പബ്ലിസിറ്റി കൺവീനറായ വിജയൻ തോമസിനോട് ചോദിച്ചാൽ പോലും വ്യക്തമായ ഒരു ചിത്രം തിരുവനന്തപുരത്തെക്കുറിച്ച് കോൺഗ്രസിനെ കുറിച്ച് തരുവാൻ അദ്ദേഹത്തിന് പറ്റും. മുൻ പബ്ലിസിറ്റി കൺവീനറായിരുന്നു, ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ ചാനലായിട്ടുള്ള ജയ് ഹിന്ദ് TVയുടെ ഡമ്മി ചെയർമാനായിരുന്നു. MM ഹസൻ മറ്റൊരു ചെയർമാനാണ്. അപ്പം വിജയൻ തോമസിനെ പോലുള്ള പ്രവാസികളെ കബളിപ്പിച്ച വഞ്ചിച്ച ചരിത്രമുള്ള കോൺഗ്രസിൻ്റെ ആ ഇന്റേണൽ യുദ്ധത്തിനിടയിൽ ശശി തരൂരിന് എത്ര കോൺഗ്രസ് വോട്ടുകൾ നേടാൻ പറ്റുമെന്നും മറ്റ് നിഷ്പക്ഷ വോട്ടുകൾ എത്രത്തോളം നേടാൻ പറ്റുമെന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് മലനാട് TV എക്സിറ്റ് പോള് ഇത്തരമൊരു ചിന്തയിലേക്ക് കടന്നു വരുന്നത്.
ഇരു പാർട്ടികളും പിടിക്കുന്ന ആ വോട്ടിൻ്റെ ശതമാനങ്ങളുടെ എണ്ണങ്ങൾ മാറ്റിവെച്ചാൽ നിഷ്പക്ഷമതികളും കൂടെ ചേർന്ന് വരുമ്പോൾ കഴിഞ്ഞ വർഷം അവിടെ BJP നേടിയ വോട്ടുകളുടെ എണ്ണവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം ഗ്രാഫ് ഉയർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇനി വരാവുന്ന വോട്ടുകളുടെ എണ്ണം കൂടി ഗണിച്ചാൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വലിയ അഭിമാനമതനൊന്നും അല്ല അവിടുത്തെ ജനങ്ങൾക്ക്. നാളിത് വരെ കാണാത്തൊരു മുഖമായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെത് തിരുവനന്തപുരത്ത്. ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലൂടെ പോലും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഇന്നലെ വരെ രാജീവ് ചന്ദ്രശേഖർ. ഇന്നിപ്പോൾ അവിടെ സമ്മതിദാനം രേഖപ്പെടുത്തി ഞാൻ നാളെ പാലും തേനും ഒഴുക്കും, അല്ലെങ്കിൽ IT മേഖല നാളെ സിംഗപ്പൂർ പോലെയാക്കും, അല്ലെങ്കിൽ അമേരിക്ക പോലെയാക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനത ഉണ്ടെങ്കിൽ ശശി തരൂർ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് നേടാൻ സാധിക്കും എന്നല്ലാതെ മറ്റൊരു കാര്യമില്ല. എങ്കിൽ പോലും മറ്റ് രണ്ടുപേരുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന മൂന്നാമത്തെ ഒരു സ്പേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായ രാജീവ് ചന്ദ്രശേഖറിലേക്ക് ജനങ്ങളുടെ നിഷ്പക്ഷ വോട്ടുകൾ വന്നാൽ കേരളത്തിൽ താമര തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വിരിയും. ഇതാണ് മലനാട് TV 3 താമരകൾ വിരിയുന്ന കാര്യം പറഞ്ഞത്. 3 താമരയും വിരിയാതിരുന്നോട്ടെ, അവിടെ മറ്റാരെങ്കിലുമൊക്കെ വിജയിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞ മറ്റ് എക്സിറ്റ് പോൾ അനുസരിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. 20 പേരുടെയും ലിസ്റ്റുകൾ നമ്മുടെ കയ്യിലും ഉണ്ട്, നിങ്ങളുടെ കയ്യിലും ഉണ്ട്. ആരൊക്കെ വിജയിക്കുന്നു എന്ന് നോക്കാം. ഇതൊന്നുമല്ല മലനാട് TVയെ സംബന്ധിച്ചിട്ട് വിഷയം. നാളിതുവരെ കേന്ദ്രം ഭരിച്ചത് ആരായാലും കേരളം ഭരിച്ച ആരായാലും അവിടെ നിന്നോട്ടെ. ഇനി അങ്ങോട്ടുള്ള ഭരണത്തിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയും ഒരു കള്ള സ്ട്രാറ്റജിയും വില പോകില്ല. മര്യാദയ്ക്ക് ഭരണചക്രം തിരിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ പോക്കൃത്തങ്ങളെ കാണിച്ച് ഞങ്ങളെ എന്താണ് ഈ കപട മൂടുപടം അണിഞ്ഞ ചെന്നായ്ക്കളുടെ കൂട്ട് ഞങ്ങളുടെ മുന്നിൽ ഈ സമ്മതിദാനം രേഖപ്പെടുത്തുമ്പോൾ അത് മേടിക്കാൻ ഓച്ചാനിച്ച് നിൽക്കുന്നത്. അന്തസ്സായിട്ട് തലയൂർത്തി നിൽക്കുന്ന ഒരു സമൂഹമായിരിക്കണം നാളത്തെ സ്ഥാനാർത്ഥികൾ. ക്രേസി ഡെമോക്രസി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.